പ്രിയപ്പെട്ടവരെ, സാധാരണ എന്നോടും നിങ്ങളോടും ക്രമപ്പെടുത്താൻ പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന ദാനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ക്രമപ്പെടുത്താനേ നമുക്കറിയുള്ളൂ. സുവിശേഷം ഹെസക്കിയ രാജാവിന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ക്രമപ്പെടുത്തിയത് അവൻ്റെ ഹൃദയമാണ്. ക്രമപ്പെട്ടതോ, അവൻ ക്രമപ്പെടുത്തിയത് അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ ജീവിതമാണ്. ക്രമപ്പെട്ടതോ അവൻ്റെ ഭവനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ക്രമപ്പെടുത്തിയത് അവൻ്റെ ഹൃദയമാണ്, ക്രമപ്പെട്ടത് അവൻ്റെ ഭവനമാണ്. ദമ്പതി ധ്യാനത്തിന് അച്ഛൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളണം. അവൻ ക്രമപ്പെടുത്തി, ചങ്ക് പൊട്ടി അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ നന്മകളെ ഓർക്കണമേ. അവൻ കരഞ്ഞു, എൻ്റെ തിന്മകളെ ഓർത്ത് അവൻ ദൈവത്തോട് പശ്ചാത്തപിച്ച് കരഞ്ഞു. ഹെസക്കിയ പ്രവാചകൻ തീനാമ്പുമുള്ള പ്രസംഗം കഴിഞ്ഞിട്ട് ഹെസക്കിയയുടെ കൊട്ടാരത്തിൽ നിന്ന് ജ്യൂസ് കുടിക്കാനോ ഐസ്ക്രീം തിന്നാനോ അവൻ കൊടുക്കുന്ന പാരിതോഷികം വാങ്ങാനോ നിന്നില്ല. പ്രവചനം പ്രവചിച്ചിട്ട് ശക്തിയോടെ പ്രവാചകൻ തിരിച്ചുപോയി. കൊട്ടാരത്തിൻ്റെ അകത്ത് ഭയങ്കര മൂകത. രാജാവ് ധ്യാനം കെട്ടിട്ട് ഹെസക്കിയയുടെ സുവിശേഷം കെട്ടിട്ട് ചങ്ക് പൊട്ടി കരയുന്നു. ആർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. യെശയ്യാ പ്രവാചകൻ ദൈവം പറഞ്ഞതാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ഓർക്കണം, അത് സംഭവിക്കുമ്പോഴാണ് യെശയ്യായുടെ വില കൂടുന്നത് അല്ലേ? യെശയ്യാ പറഞ്ഞത് പൊളിഞ്ഞാലോ? യെശയ്യാ പറഞ്ഞ കാര്യം പൊളിഞ്ഞാലോ? യെശയ്യായുടെ വില പോയി അല്ലേ? ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പറയുകയാണ്, ഒരു പ്രവചനം അങ്ങ് നടത്തി. ആ പ്രവചനം സംഭവിച്ചാൽ തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ പറഞ്ഞ പ്രവചനം ഗംഭീരം അല്ലേ? പിന്നെ വലിയ സംഭവമായിരിക്കും. പ്രവചനം പൊളിഞ്ഞാലോ? ഒരു സിദ്ധിയില്ല അല്ലേ? പ്രവാചകൻ പ്രവചിച്ചു, സംഭവിക്കുമെന്നാണ് വിചാരിച്ചത്. ഇതാ പ്രവാചകൻ മുറ്റത്തിറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൂതം തട്ടി. ദൈവം വേറെ എന്താണ്ട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? പിന്നെ അവൻ ദുഃഖത്തോടെ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെല്ലുക. എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയ, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. എപ്പോഴാ സൗഖ്യം വീണെന്നറിയോ? ഒന്നോടെ, എപ്പോഴാ സുഖപ്പെട്ടതെന്നറിയോ? കുടുംബജീവിതത്തിൻ്റെ വേദനയുമായിട്ടിരിക്കുന്ന ഓരോ ദമ്പതിയും ധ്യാനിക്കണം, ഓരോ ദമ്പതികളും ധ്യാനിക്കണം. എപ്പോഴാ സൗഖ്യം വീണെന്നറിയോ? സംശയരോഗം മാറിയതേ, വന്ധ്യത മാറുന്നതേ, ശാപം വിട്ടുപോകുന്നതേ, ബന്ധനം അഴിയുന്നത് എപ്പോഴാണെന്നറിയോ? ക്രമപ്പെടുത്തുമ്പോഴാണ്. എപ്പോഴാ? ഉറക്കെ പറഞ്ഞേ. എന്താ ക്രമപ്പെടുത്തുക? ഉള്ളം ക്രമപ്പെടുത്തണം, ഹൃദയം ക്രമപ്പെടുത്തണം. അവൻ ഹൃദയം ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തി. നന്മകൾ ഓർത്തപ്പോൾ അടുക്കി അടുക്കി വെക്കാനുണ്ട്. അപ്പോഴാണ് ഓർത്തത് തിന്മകൾ കരയാനുണ്ട്. അവൻ കരഞ്ഞപ്പോൾ തിന്മകളുടെ ഭാരങ്ങൾ കർത്താവ് മായ്ച്ചു കളഞ്ഞു. കാരണം കണ്ണീർ കവച്ചു പോകാൻ കർത്താവിന് കഴിയത്തില്ല. അങ്ങനെയല്ലേ കർത്താവിൻ്റെ പ്രത്യേകത? കണ്ണീരോടൊരു പാപമേറ്റു പറഞ്ഞാൽ കാർമേഘം പോലെ നിന്റെ പാപങ്ങളും മൂടൽ മഞ്ഞ് പോലെ നിന്റെ ലംഘനങ്ങളും ഞാൻ മായ്ച്ചു കളയും. അവൻ കരഞ്ഞപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ കറകളെ ദൈവം സ്വർഗത്തിൽ നിന്ന് കഴുകിക്കളഞ്ഞു. ഇനി അവനുള്ളത് നന്മകളുടെ ഒരു കെട്ട് മാത്രമാണ്. സ്തോത്രമർപ്പിക്കാൻ പറ്റിയ നന്മകളുടെ കെട്ടാണ്. ആ നന്മകളിലേക്ക് നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ആയുസ് ഞാൻ കൂട്ടാൻ പോവുകയാണ്. നിന്റെ ആയുസ് 15 വർഷം കൂടി കൂട്ടാൻ പോവുകയാണ്. യെശയ്യാ എപ്പോൾ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ മരിക്കുമെന്ന്. മുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ദൈവം വീണ്ടും വാക്ക് മാറി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ദൈവം വാക്ക് മാറാത്തവൻ അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ. ദൈവം വാക്ക് മാറുന്നവനാണോ വാക്ക് മാറാത്തവനാണോ? ദൈവത്തെ പോലെ വാക്ക് മാറുന്ന ഒരാളില്ല. എപ്പോഴാണ് ദൈവം വാക്ക് മാറുന്നറിയോ? കണ്ണീര് കണ്ടാൽ അന്നേരം വാക്ക് മാറും ആള്. മനുഷ്യൻ്റെ കണ്ണീര് കണ്ടാൽ അന്നേരം വാക്ക് മാറും. കണ്ണീരിനെ കവച്ചു വെച്ച് പോകാൻ ദൈവത്തിനാവില്ല. ഹെസക്കിയ കരഞ്ഞു, ആ കണ്ണീരിൽ ദൈവം വാക്ക് മാറി. നിന്റെ ആയുസ് 15 വർഷം കൂടെ കൂട്ടാൻ പോവുകയാണ്. ഹെസക്കിയ ഞെട്ടിപ്പോയി. യെശയ്യാ പ്രവാചകൻ ദൈവവചനമാണ് പറയുന്നത്, മാറാൻ ഒരു സാധ്യതയില്ല. ഇനി പ്രവാചകന് വല്ല തെറ്റും പറ്റിയതാണോ? അപ്പോൾ യെശയ്യാ പറഞ്ഞു, അല്ല. ആഹാസ്, നിന്റെ അപ്പനായ ആഹാസ് രാജാവ് ജനത്തിന് സമയമറിയാൻ വേണ്ടി സൂര്യ ഘടികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സൂര്യ ഘടികാരം എന്നറിയോ? സൺക്ലോക്ക്. ഇങ്ങനെ ഒരു വലിയ സ്തൂപം നാട്ടി വെക്കും. എന്നിട്ട് സൺലൈറ്റ് അതിൽ വന്ന് അടിക്കുമ്പം അതിൻ്റെ ഒരു ഷേഡോ അപ്പുറത്തുണ്ടാവും, ഒരു നിഴലുണ്ടാവും. എന്നിട്ട് സൂര്യൻ ഇങ്ങനെ പോകുന്നതനുസരിച്ച് നിഴൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഓരോ പ്രത്യേകം മാർക്കിംഗ് ഒക്കെ ഇട്ടിട്ട് ഓരോ സ്ഥലത്തും നിഴലെത്തുന്നതാണ് നാഴികകൾ. സൂര്യൻ ഇങ്ങനെ പോകാറുള്ളൂ, നിഴൽ മുമ്പോട്ടേ പോകാറുള്ളൂ. സൂര്യൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല, നിഴൽ ഇതുവരെ പുറകോട്ട് വന്നിട്ടുമില്ല. ഹെസക്കിയോട് ചോദിച്ചു, നിന്റെ ജീവിതം ദൈവം ക്രമപ്പെടുത്തിയതിന് ലോകത്തിലെ അടയാളം നിനക്ക് കാണണോ? ഹെസക്കിയ പേടിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടാക്കൊള്ളാം. ആഹാസിൻ്റെ ഘടികാരത്തിൽ നിഴൽ 10 അടി മുന്നോട്ട് പോകണോ 10 അടി പുറകോട്ട് പോകണോ?
ഉടനെ എസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആരും പറയണ്ട, അത് തന്നെ പൊക്കോളൂ. പക്ഷെ നിഴൽ പുറകോട്ട് വന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, നീ ഹൃദയം ക്രമപ്പെടുത്തിയപ്പോൾ ദൈവം ലോകചക്രം നിനക്ക് വേണ്ടി ക്രമപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ വിചാരിക്കും പ്രകൃതിയെ മാറ്റും. അല്ല. ഇത് അടുത്ത നിമിഷം സംഭവിച്ചത്, ആഹാസിൻ്റെ ഘടികാരത്തിൽ നിഴല് 10 അടി പുറകോട്ട് 15 വർഷം നീട്ടിക്കെട്ടി. ഇനി നിങ്ങൾ പറ. ഹെസക്കിയ രാജാവിന് തൻ്റെ രാജ്യം ക്രമപ്പെടുത്താൻ ഈ 15 വർഷം ധാരാളം പോരെ? മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ, അതിർത്തികൾ ശരിയാക്കാൻ, ഭരണം ക്രമപ്പെടുത്താൻ, പരിഷ്കാരങ്ങൾ ക്രമപ്പെടുത്താൻ ഈ 15 വർഷം ധാരാളം പോരെ? മിണ്ടൂല. പോരെ കണ്ടോ? ദൈവം തരുന്ന ചിലത്, ദൈവം എന്ത് വ്യത്യാസം വരുത്തി? ലോകത്തിൻ്റെ താളത്തെ ഒന്ന് മാറ്റി. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം ചില അടയാളങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും, അത്ഭുതമാണ് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു? പറയാൻ പാടില്ല, എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛ, ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി വരുമെന്ന്. ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല മന്ത്രിസഭ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന്. ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന്. കണ്ട, ചില തീരുമാനങ്ങൾ വരെ ചില യൂണിവേഴ്സിറ്റികൾ മാറ്റി, മന്ത്രിസഭ മാറ്റി. നമുക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ മാറാൻ തുടങ്ങി. പ്രതിസന്ധികളെ ഓർത്ത് ഭയപ്പെടുകയില്ല. കാലത്തെ നമുക്ക് വേണ്ടി തിരിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ദൈവം റോമൻസ് 8:31 തിരുവചനം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എന്ത് പ്രതികൂലം? ഹെസക്കിയ അവൻ്റെ ഹൃദയം ദൈവ തിരുസന്നിധിയിൽ അനുകൂലമാകാൻ കാഴ്ചവെച്ചു. ക്രമപ്പെട്ടത് അവൻ്റെ ജീവിതമല്ല, അവൻ്റെ ഭവനമാണ്. നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക. കുമ്പസാരം കഴിഞ്ഞ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നിൻ്റെ ഭവനം ക്രമപ്പെടുത്താൻ നിനക്കേ പറ്റത്തുള്ളൂ. ഹെസക്കിയയുടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഹെസക്കിയയുടെ ഭാര്യ അല്ല കരഞ്ഞത്, ആണോ? മക്കളല്ല കരഞ്ഞത്, പിന്നെ ആരാ കരഞ്ഞത്? അവൻ കരഞ്ഞു. നിൻ്റെ വീട് ക്രമപ്പെടണമെങ്കിൽ നീ ദൈവ തിരുസന്നിധിയിൽ നിന്നെ കാഴ്ചവെച്ച് കരയണം. നീ ദൈവ തിരുസന്നിധി നിന്നെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തീക്കുണ്ടം പോലെയല്ല പരിശുദ്ധാത്മാവ് വീഴുക, അവനവൻ്റെ നെറുകയിലാണ് വീഴുക. നിനക്കാവശ്യമുള്ള കൃപ നിനക്ക്, അപ്പുറത്തെ ആൾക്ക് ആവശ്യമുള്ള കൃപയല്ല നിനക്ക് തരിക. അവനവൻ ആവശ്യമുള്ളത് അവനവൻ പ്രാർത്ഥിച്ചു വാങ്ങുക, അവനവൻ കാഴ്ചവെക്കുക. എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന വ്യഭിചാരത്തിൻ്റെ ദുർബോധം, മദ്യപാനത്തിൻ്റെ ദുർബോധം, പുകവലിയുടെ ദുർബോധം, മ്ലേച്ഛതയുടെ ദുർബോധം, പാപത്തിൻ്റെ ദുർബോധം, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ക്ഷിപ്രകോപത്തിൻ്റെയും ദുർബോധം, അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ ചിലതങ്ങ് ചാരായി പോകും. അതുകൊണ്ട് ഓർക്കുക, കുടുംബജീവിതത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മളെല്ലാവരും യേശുക്രിസ്തുനാഥനും രക്ഷിതാവുമാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ഒരു ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ആ നാടകശാലകളിൽ പൂമുഖം വരെ വീട്ടുകാരുടെ കയ്യും പിടിച്ച് വന്നു. അവിടുന്ന് പിന്നെ ബൊക്കയൊക്കെ പിടിച്ചിട്ട് അല്ലേ വലിയ സന്തോഷത്തോടെ അഭിനയിച്ചൊക്കെ ഇങ്ങനെ നടന്ന് ഇവിടം വരെ വന്ന് അച്ഛന്മാർ വലിയ ആശീർവാദമൊക്കെ നടത്തി കൂട്ടിച്ചേർത്ത് പിടിച്ച ഒരു ജീവിതമാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ, അല്ലേ? ഓർക്കണ്ടോ അന്ന് വന്നത്? എൻ്റെ പൊന്നച്ഛ, താല്പര്യമില്ലാത്ത കാര്യമൊന്നും ഓർമ്മപ്പെടുത്തല്ലേ. നേരത്തെ പുള്ളിയുടെ കാര്യം പറഞ്ഞതിനൊക്കെ കഷ്ടമാവും. അന്നേരം വെള്ളമാണ് വന്നത്, ഇപ്പം എന്താ വന്നതെന്ന് തന്നെ അറിയാൻ മേല, അല്ലേ? അത്രയ്ക്ക് കലിപ്പായിരിക്കും കയറി വരുന്നത്. എന്താണെങ്കിലും അവിടെ നിന്ന് അങ്ങനെ നടന്നു ഇവിടെ വന്നു. വിശുദ്ധ കുർബാനയുടെ പൗരോഹിത്യത്തിൻ്റെ പ്രാർത്ഥനകളുടെ വലിയ അഭിഷേകത്തിൽ കുടുംബജീവിതം സ്വീകരിച്ചു. കുടുംബജീവിതം സ്വീകരിക്കാൻ ഇവിടെ വന്ന് നിന്നപ്പം നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും ആ ശുശ്രൂഷയിൽ നിങ്ങൾ നിന്നപ്പം നിങ്ങൾക്ക് തന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണ്ടോ? നിങ്ങളുടെ ശരീരത്തിലേക്ക് വർഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കൃപാദാനം ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ശുശ്രൂഷ ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള എന്താണ്? നമ്മുടെ തലയിൽ മറ്റേ മാലയിട്ടിട്ട് അങ്ങനെ കറങ്ങില്ലേ? അപ്പോൾ നമ്മളെന്താ വിചാരിച്ചേ? ഇതോടുകൂടി മൊത്തം കറങ്ങി അല്ലേ, ജീവിതം തന്നെ കറക്കി അല്ലേ? ഒരു പാട്ടൊക്കെ പാടി. അന്നേരം ഏത് പാട്ടാണ് പാടിയേ? പോവുക സഹജ കരയരുത്, അതാണ് പാടിയേ. അത് പാടിയാൽ മതിയായിരുന്നു അല്ലേ? ഏതാ പാടിയേ? അതുപോലെ ഓർമ്മയില്ലേ? ഗംഭീരമായല്ലേ നമ്മുടെ ശുശ്രൂഷയുടെ അധികമില്ലേ? വാനീന്ന് ഉടയോൻ
വാനീന്ന് ഉടയോൻ തൻ്റെ കയ്യാൽ എന്തിറക്കുന്നു? മകുടം ഘോഷത്തോടെ ഇറക്കുന്നു. മണവാളനെ അല്ലെങ്കിൽ മണവാട്ടിയെ ആചാര്യൻ മകുടം ചൂടിക്കുന്നു. അങ്ങനെയും പറഞ്ഞ് മകുടം ചൂടിച്ചൊരു ജീവിതമാണ്. മകുടം എന്ന് പറഞ്ഞാൽ കിരീടം അല്ലേ? കിരീടം എന്ന് പറഞ്ഞാൽ ഒരടയാളം അല്ലേ? രാജാവ് ഒരു കിരീടം വെച്ചു, രാജകീയ അടയാളം. നമ്മുടെ തലയിൽ എന്തിരിക്കുന്നോ അത് നമ്മുടെ ഒരു അടയാളമാണ്. ദൈവത്തിൻ്റെ കിരീടത്തിൻ്റെ മുദ്ര നമ്മളെല്ലാം പ്രാപിച്ചു. അത് ഒരിക്കലും കളയാതിരിക്കാൻ ഇച്ചിരി വില കൂടിയ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നു മുത്തുമാലയിട്ട് വാഴ്ത്തിയാലും മതി. പക്ഷെ അത് പെട്ടെന്ന് കളയുന്നതുകൊണ്ട് നമ്മൾ സ്വർണ്ണത്തിൻ്റെ മാലയൊക്കെ ഇട്ട് അതാണ് ഇച്ചിരി മൂല്യമുള്ളത്, അതുകൊണ്ടൊക്കെ വാഴ്ത്തി അങ്ങ് വെച്ചു. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ കിരീടം ചൂടിപ്പിച്ച ഒരു ജീവിതത്തിലേക്ക് വിട്ടത് നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ബോധത്തിൻ്റെ മേലല്ല. ഒന്നോടെ നിങ്ങളുടെ തലയിൽ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊത്തിരി ബോധം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഹണിമൂണിന് പോകും, ഹണിമൂണിന് പോയി കഴിഞ്ഞാൽ അത് ചെയ്യും, ഇത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തകളുണ്ടാവും. ആ ചിന്തകളുടെ മേലല്ല ദൈവത്തിൻ്റെ കിരീടം വെച്ചത്. പിന്നെ എന്തിൻ്റെ മേലെന്നറിയോ? ദൈവവചനത്തിൻ്റെ മേലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ തലയിൽ ലോകത്തിൻ്റെ ഒരു വചനം കടന്നു അല്ല, ഓർക്കണ്ടോ? ആ വചനം ദൈവം എടുത്തു കളഞ്ഞിട്ട് സക്കറിയ പ്രവാചകനുണ്ടായ ദൈവാനുഭവത്തിൻ്റെ ദൈവവചനം അങ്ങോട്ട് കൊടുത്തപ്പം മറിയം പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി അല്ലേ, കർത്താവിൻ്റെ ദാസി. ഇതുപോലെ വിശുദ്ധ കുമ്പസാരം നടത്തിയ ഒരു പുരുഷനും വിശുദ്ധ കുമ്പസാരം നടത്തിയ ഒരു സ്ത്രീയും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയും ദൈവ തിരുസന്നതിയിൽ വന്ന് സ്വീകരിക്കുമ്പോൾ തിരുവചനം അവരുടെ തലക്കകത്തേക്ക് ഇട്ടുകൊടുക്കും. എന്നതാ? ഒന്നോടെ എന്നതാ? ഒന്ന് പറഞ്ഞേ. വചനം. ഈ വചനത്തിന് ചേർന്ന ജീവിതം നയിച്ചു കൊള്ളുക. ആ വചനം കേട്ട തലയിലാണ് കിരീടം വെക്കുന്നത്. എന്നിട്ടാണ് കൈ പിടിപ്പിച്ചിട്ട് പൊക്കോളം പറയുന്നത്. എന്താണ് അന്നേരം കേട്ട വചനം? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനമാണ്. വിവാഹത്തിന് ഇവിടെ വന്നു നിന്നപ്പോൾ യേശുവിൻ്റെ വചനമായി നമ്മുടെ തലയിലേക്ക് പുരോഹിതൻ വായിച്ചു തന്ന തിരുവചനം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ? അത് അന്നേരം എന്താണേലും കേട്ടിട്ടുണ്ടാവില്ല, വർഷം കുറേ ആയില്ലേ, ഓർക്കൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചോ. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ സെക്ഷനെ ശ്രദ്ധിച്ചു കേട്ടെ. ആരാ ചോദ്യം ചോദിച്ച യേശുവിനോട്? മറന്നു, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണോ? ആരാ ചോദ്യം ചോദിച്ചേ? ഫരീസയന്മാർ. മോശയുടെ നിയമങ്ങളെ മുടികീറി പഠിച്ച ആളുകളാണ് ഫരീസന്മാർ. അവർ വന്നിട്ട് ചോദ്യം ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഡൈവോഴ്സ് ചെയ്യാവോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഉടനെ യേശു പറഞ്ഞു, അങ്ങനെ യേശുവിൻ്റെ അഭിപ്രായം, നിൻ്റെ പങ്കാളിയെ നീ ഉപേക്ഷിക്കരുത്, ആണാണേലും പെണ്ണാണേലും. ദൈവത്തിൻ്റെ അഭിപ്രായം എന്താ? കാരണം എന്നറിയോ? ദൈവമാണ് അവരെ യോജിപ്പിച്ചത്. അതിലിങ്ങനെയും പറഞ്ഞിട്ടാണ് അവരെ പഠിപ്പിച്ചു വിടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊന്നും ഡൈവോഴ്സ് ചെയ്തിട്ടില്ല. ഹൃദയം കൊണ്ട് പോലും ചിന്തിക്കാൻ പാടില്ല. സ്വർഗം വേണോ? ദൈവവചനം ശ്രദ്ധിച്ചോളണം. എന്താ പറഞ്ഞെന്നറിയോ? തന്മൂലം അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ്. ആകയാൽ, യേശു കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. ആകയാൽ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഒന്നോടെ. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടായിരിക്കും അതുങ്ങളെ യോജിപ്പിച്ചത് അല്ലേ? ദൈവം എന്തോ ഒന്ന് കണ്ടിട്ടാണ് യോജിപ്പിച്ചത്. മനുഷ്യൻ മറ്റൊരു കാരണം കണ്ടത് വേർതിരിക്കരുത്. ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ യോജിപ്പിച്ചതേ, നിങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും ഞങ്ങളെ എത്ര അന്വേഷിച്ചിട്ട് കിട്ടിയതാണെന്നറിയോ? നിങ്ങൾക്ക് പലതും പറയാനുണ്ടാകും. പക്ഷെ ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ച് യേശുവിന് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ യോജിക്കണമെന്ന് ദൈവം ഒരു കാരണം കണ്ടിട്ടുണ്ട്. ദൈവം ഒരു കാരണം കണ്ട് യോജിപ്പിച്ചതിന് മറ്റൊരു കാരണം നിങ്ങൾ കണ്ട് അതിന് വേർപെടുത്തരുത്. വാനാറുകയാണ്, സ്ത്രീധനം വേണ്ട പോലെ കിട്ടിയില്ല, കാശ് വേണ്ട പോലെ ഇല്ല, സംസാരം പോരാ, ഷേപ്പ് മാറി,
നിൻ്റേതായ കാരണം കണ്ടുപിടിച്ച് ഇതിനെ വേർതിരിക്കാൻ നിനക്ക് അനുവാദമില്ല. തിരിച്ച് നമ്മളങ്ങോട്ട് പോവുകയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം കുടുംബം സ്ഥാപിച്ചു. ഏദൻ എന്ന തോട്ടം ഉണ്ടാക്കി, ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ നിറച്ചു. എന്നിട്ട് ദൈവം ഇറങ്ങി വന്ന് കുടുംബം സ്ഥാപിച്ചു. എങ്ങനെയാണ് ദൈവം കുടുംബം ഉണ്ടാക്കിയതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു കുടുംബത്തിൻ്റെ ആരംഭത്തിലാണ്, അല്ലേ? ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ മറിയവും യോസേഫും യേശുവുമുള്ള ഒരു കുടുംബം ആരംഭിച്ചുകൊണ്ടാണ്, അല്ലേ? ഈ വേദപുസ്തകം അവസാനിക്കുന്നത് യെറുസലേമിലെ സ്വർഗീയ കുടുംബത്തിൻ്റെ വിശദീകരണത്തോടെയാണ്, അല്ലേ? കുടുംബത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഒരു വലിയ സ്നേഹപുസ്തകം തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. നമ്മളിനി പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കും. നമുക്ക് ആദ്യമേ തുടങ്ങാം. എങ്ങനെയാണ് ദൈവം കുടുംബം സ്ഥാപിച്ചത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. 1 തൊട്ട് 11 വരെയുള്ളതിനെ നമ്മൾ പറയുന്ന പ്രീ ഹിസ്റ്റോറിക് എഴുത്തുകൾ എന്നാണ് അതിനെ പറയുക. ഒരു ചരിത്രത്തിൻ്റെ അക്ഷരമാലയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പരിമിതമായ ഭാഷയിൽ ഒരു വലിയ സന്ദേശം എഴുതി വച്ചിരിക്കുന്നതാണ് ആ ഭാഗങ്ങൾ. അതുകൊണ്ട് നമ്മളതിൽ അക്ഷരം കൊണ്ട് വ്യാഖ്യാനിച്ചാൽ നമുക്കത് മനസ്സിലാകില്ല. കാരണം ഒരു സന്ദേശം വെളിപ്പെടുത്താൻ ഭാഷ മതിയാവില്ല. ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. ഭാഷ അക്ഷരങ്ങൾ കൊണ്ട് എല്ലാ സന്ദേശവും നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഭാഷ പരിമിതമാണ്. ഉദാഹരണം, ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് വലിയ ശ്രദ്ധയോടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മൂർഖം പാമ്പ്, കരിമൂർഖം പാമ്പ് അതിൽ കൂടെ കയറി സ്ത്രീകൾ നമ്മുടെ ഈ ഭാഗത്തിൻ്റെ കസേരയുടെ അടിയിൽ വന്നു. പെട്ടെന്നൊരു ചേച്ചി ചെരുപ്പൂരി തൊട്ടപ്പം നല്ല തണുപ്പ്, നോക്കുമ്പോൾ മൂർഖം പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആ ചേച്ചി എൻ്റെ നേരെ എങ്ങനെ നോക്കി, അച്ഛാ 1 മിനിറ്റ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ, ഒരു മൂർഖൻ പാമ്പ് ഈ പള്ളിയുടെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും കാല് ഒന്ന് പൊക്കി കസേരയിലേക്ക് വെക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണോ പറയുക? അങ്ങനെയായിരിക്കുമോ പറയുക? പിന്നെന്താ ചെയ്യുക? അയ്യോ എന്ന് ഒരു നിലവിളിയാണല്ലേ. പെട്ടെന്ന് എല്ലാവരും കൂടെ തന്നെ 2 അക്ഷരമേ പറഞ്ഞുള്ളൂ. അയ്യോ എന്നൊരൊറ്റ നിലവിളിയാണ്. ആ നിലവിളിയിൽ എല്ലാവരും നോക്കും. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇങ്ങനെ അയ്യോ പാമ്പ് എന്ന് പറയുമ്പോഴേക്കും ആ 2 വാക്ക് കൊണ്ട് ഒരു വലിയ സന്ദേശം പകർന്നു. ശരിയാണോ? ഇപ്പോൾ വൈകാരിക തലത്തിൽ കിടക്കുന്ന ഒരു സംഭവത്തെ ഭാഷയ്ക്ക് ഒത്തിരി പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അക്ഷരങ്ങളിൽ ഒതുക്കാൻ കഴിയില്ല. എങ്കിലും മനുഷ്യന് മനസ്സിലാകാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആ പ്രവചനങ്ങളിൽ അത് എഴുതി വെച്ചു. അപ്പോൾ നമ്മളത് ആ ദൈവസ്നേഹത്തിൽ നിന്ന് ധ്യാനിക്കുകയാണ്. എങ്ങനെയാണ് കുടുംബത്തെ സൃഷ്ടിച്ചത്? അക്ഷരങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അർത്ഥം കിടക്കുന്നുണ്ട്. എല്ലാം പറയാനൊന്നും എനിക്കറിയാൻ മേല. എനിക്കറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 2:18 തൊട്ടുള്ള തിരുവചനങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് കുടുംബത്തെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി 2:18 തൊട്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. 1-ാമത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം പറയുന്നത് പോലെ കേട്ടോളണം തലക്കകത്തേക്ക്. ദൈവം ഈ പ്രപഞ്ചത്തിൽ ഓരോന്ന് സൃഷ്ടിച്ചിട്ടും ദൈവം തന്നെ ഒരു അഭിപ്രായം പറയും. നല്ലതെന്ന് ദിവസം വായിച്ചിട്ടുണ്ടോ? നല്ലതെന്ന് കണ്ടു. ഒരു സൃഷ്ടി കഴിഞ്ഞാൽ ദൈവം മാറി നിന്ന് നോക്കും. കൊള്ളാം, നല്ലത്. ദൈവം നല്ലതല്ല എന്ന് പറഞ്ഞതാണ് ഇപ്പം കേട്ടത്. ഏതാ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അപ്പം ദൈവം നല്ലതല്ല എന്ന് പറഞ്ഞാൽ നല്ലതല്ല. അപ്പോൾ ദൈവം പറയാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും. അവൻ്റെ നല്ലതല്ലായ്മ മാറ്റാൻ, അവനെ നല്ലതാക്കാൻ. ഒന്നോടെ അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ആ നല്ലതല്ലായ്മ മാറ്റണം. അവനെ നല്ലതാക്കാൻ ഞാൻ എന്ത് കൊടുക്കും? ഒരണയെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇണയെ തന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ പറയുന്ന ഒരു പൈശാചിക വാക്കുണ്ട്, എൻ്റെ അച്ഛ ഇവക്കടെ തൃക്കാലി വെച്ചേ പിന്നെ ഇത് ഞാൻ എൻ്റെ കഴുത്തേൽ മുറുക്കിയേ പിന്നെ. പൈശാചികമാണ് പറച്ചിൽ തന്നെ. ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? നല്ലതാക്കാൻ, അല്ലേ? ഏകനായിരിക്കുന്നത് നല്ലതല്ല, നല്ലതാക്കാൻ ഞാൻ അവന് കൊടുക്കും. എന്തു കൊടുക്കും? എങ്ങനത്തെ ഇണയെ കൊടുക്കും? പറ്റിയ സാധനത്തെ തരും. അപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന സാധനം നമുക്ക് മിണ്ടൂല. ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ട്, നമുക്ക് പറ്റിപ്പോയതാണോ? ഇത് തന്നെയാണോ നമുക്ക് പറ്റിയത്? എവിടെയോ ഒരു അബദ്ധം പറ്റിയോ? ദൈവം പറയുകയാണ് എങ്ങനത്തെയാണ് നമുക്ക് തരിക? പറഞ്ഞേ. അപ്പം അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചൊന്നും പറയണ്ട. കയ്യെ പിടിച്ച് വല്ല ഞെക്കും കൊടുക്കാൻ ഇപ്പം സാധ്യതയുള്ള സമയമാണ്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയണം, എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് ചേർന്നതാണ്. ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ.
ഇനി ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞൊന്ന് ചുണ്ടുകൊണ്ട് പറഞ്ഞ് ഉറക്കെ. ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് ചേർന്നതാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് ചേർന്ന്, ദൈവം തന്നതാണ്, എനിക്ക് ചേർന്നതാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ദൈവം പറയാണ് ചേർന്ന ഇണയെ കൊടുക്കും. എന്താ ചേർന്ന ഇണ എന്ന് പറഞ്ഞാൽ? ഞാൻ കൊടുക്കുന്ന സ്നേഹം സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും എനിക്കാവശ്യമായത് തരാനും പറ്റിയതാണിത്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ, ഞാൻ തമാശയായിട്ട് പറയല്ല, നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഞങ്ങളൊക്കെ ഒന്നിച്ച് കൂടെ കളിച്ച് നടന്ന് അവൻ്റെയൊക്കെ കുടുംബജീവിതം എത്ര നല്ല ഭാര്യ അവന് കിട്ടിയത്, എത്ര നല്ല ഭർത്താവിനെ അവൾക്ക് കിട്ടിയത്, അങ്ങനത്തെ ഒന്നിനെ കിട്ടി. അത് അവർക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്. യേശു തന്നെ പറയുന്നുണ്ട് ദൈവരാജ്യ അവകാശികളെക്കുറിച്ച് പറഞ്ഞിട്ട്, യേശു പറയുന്നത് കേട്ടോളണം, ഒരുവൻ തൻ്റെ ഭാര്യയെ അല്ലെ ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ ഉപേക്ഷിക്കാതെ ദൈവരാജ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരുവൻ തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, മക്കളെ ഉപേക്ഷിക്കാതെ ദൈവരാജ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യ ഉപേക്ഷിക്കണം, ഭർത്താവിനെ ഉപേക്ഷിക്കണം എന്നാണ്? അല്ല, നമ്മുടെ മനസ്സിലുണ്ടൊരു ഭാര്യ അല്ലേ, മനസ്സിലുണ്ടൊരു ഭർത്താവ്. എൻ്റെ അപ്പൻ ഇങ്ങനെയായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നെങ്കിൽ, എൻ്റെ മക്കൾ ഇങ്ങനെയായിരുന്നെങ്കിൽ, എൻ്റെ മനസ്സിലൊന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയതോ വേറെയാണ്. നിൻ്റെ മനസ്സിലുള്ളതിന് ഉപേക്ഷിക്കുക, ദൈവം തന്നതിന്. അർത്ഥം മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ വിചാരിക്കരുത് ഭാര്യ ഉപേക്ഷിച്ച സ്വർഗരാജ്യം കിട്ടും എന്നല്ല പറഞ്ഞത്. നീ വളർത്തിയെടുത്തതിനെ കളയുക, ദൈവം തന്നതിനെ സ്വീകരിക്കുക. അപ്പം ചേർന്ന ഇണയെ കൊടുക്കും. ഇനി ഒന്നോടെ ഞാൻ പറയാൻ പോവാണ്, ദൈവം നല്ലതല്ലെന്ന് പറയാൻ കാരണം, ദൈവത്തിനെ പോലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു. എന്താണ് ദൈവത്തിൻ്റെ ഛായ സ്വരൂപം എന്നൊക്കെ പറഞ്ഞാൽ? സ്നേഹമാണ് അല്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കുവെക്കുന്നൊരു സാധനമാണ് അല്ലേ? എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും ഭയങ്കര സ്നേഹമാണ്. ഞാൻ അവരെ കണ്ട മിണ്ടോ ഇല്ല, ഭയങ്കര സ്നേഹമാണ്. വീട്ടിലേക്ക് പോവോ ഇല്ല, ഫുൾ ടൈം ധ്യാനകേന്ദ്രത്തിൽ തന്നെ കിടപ്പ്, വായനയും കിടപ്പും ഭക്ഷണം കഴിപ്പും ഇവിടെ തന്നെ. ഭാര്യൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാശ് അയച്ചു കൊടുക്കും. അത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കും. സ്നേഹമുണ്ടോ? സ്നേഹം മനസ്സിലാവോ? ഇല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നതാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധ രൂഹ ഒന്നൊന്നിനേക്കാൾ ചെറുതോ വലുതില്ല, പങ്കുവെക്കുന്നതാണ്. ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ട് ഇണയെ കൊടുത്തത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹം പങ്കുവെക്കാനാണ്. പങ്കുവെച്ചില്ലെങ്കിൽ നല്ലതല്ല. അർത്ഥം മനസ്സിലായോ? മനുഷ്യൻ ഏകനായാൽ, ആദം ഏകനായാൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹാത്മാവിനെ പങ്കുവെക്കാൻ കഴിയില്ല. ശരീരം പങ്കുവെക്കാൻ കഴിയില്ല, മനസ്സ് പങ്കുവെക്കാൻ കഴിയില്ല, സ്നേഹം പങ്കുവെക്കാൻ കഴിയില്ല, വികാരങ്ങളെ പങ്കുവെക്കാൻ കഴിയില്ല. പങ്കുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലതല്ല. അതുകൊണ്ട് പങ്കുവെക്കാൻ പറ്റുന്ന ഒന്നിനെ കൊടുക്കും. ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ദൈവം എനിക്ക് പങ്കാളിയെ തന്നത് എന്നെ സ്നേഹിക്കാനാണോ എൻ്റെ സ്നേഹം പങ്കുവെക്കാനാണോ? ചോദ്യം മനസ്സിലായില്ല. ദൈവം എനിക്ക് പങ്കാളിയെ തന്നത് എന്നെ അവൾ സ്നേഹിക്കാനാണോ എൻ്റെ സ്നേഹം പങ്കുവെക്കാനാണോ? സ്നേഹം. ഇന്ന് നമ്മുടെ പരാതി എന്താ? അച്ചോ എന്നെ സ്നേഹിക്കുന്നില്ല അച്ചോ. ഇത് പൈശാചികമാണ്. നിന്നെ സ്നേഹിക്കാനല്ല ദൈവം നിനക്ക് പങ്കാളിയെ തന്നത് മനുഷ്യ. നിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറണം. നീ നിരന്തരം പറഞ്ഞു നടക്കുന്നില്ലേ? എന്താ നിൻ്റെ കൗൺസിലിംഗ് വിഷയം? എന്താ നീ വികാരി അച്ഛനോട് പോയി പരാതിപ്പെടുന്നത്? എന്താ നീ അമ്മായിയപ്പനോട് അമ്മായിയമ്മയോടും ചെന്ന് പരാതിപ്പെടുന്നത്? എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല. നിന്നെ ബഹുമാനിക്കാൻ സ്നേഹിക്കാനല്ല നിനക്ക് പങ്കാളിയെ തന്നത് ദൈവം. അത് ലോക നടത്തിപ്പ് അനുസരിച്ചുള്ള കുടുംബജീവിതമാണ്. ദൈവം പറഞ്ഞ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത നിൻ്റെ സ്നേഹം പങ്കുവെക്കാനാണ്. അപ്പോൾ ചിലർ വിചാരിക്കാമല്ലോ, ഇതിന് മാത്രം സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ എവിടെ നിന്ന്? പങ്കുവെക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണ്ടേ? ഇത് എവിടെ നിന്ന് കിട്ടും? ഇങ്ങോട്ട് കിട്ടിയാലല്ല അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടും? ഇതിന് മാത്രം. നമ്മളൊക്കെ ഒരു വാട്ടർ ടാങ്ക് പോലെയാണ്. കുറേ കോരി കഴിയുമ്പം വറ്റിപ്പോകും. കുഞ്ഞുനാൾ തൊട്ട് കിട്ടിയ കുറേ സ്നേഹമുണ്ട്, അതെല്ലാം കൂടെ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടാണ് കല്യാണത്തിന് ചെന്നത്. ഒരാഴ്ച കൊണ്ട് പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പുള്ളിക്കാരൻ മുഴുവൻ കോരി വറ്റി തീർന്നു. 6 കൊല്ലം പ്രണയിച്ച് 8 കൊല്ലം പ്രണയിച്ചൊക്കെ പലരും കെട്ടുന്നത്. കല്യാണം കഴിഞ്ഞ് 6 മാസം 7 മാസം കൊണ്ട് വെടിക്കെട്ട് തീർന്നു, വറ്റിപ്പോയി. പിന്നെ എങ്ങനെ പങ്കുവെക്കും? യേശു വിളിച്ചു പറഞ്ഞത് വറ്റുന്നതല്ല നമ്മുടെ സ്നേഹം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ, എല്ലാവർക്കും ഉള്ളതല്ല ഈ കുടുംബജീവിതം. ക്രിസ്തീയ കുടുംബജീവിതം എല്ലാവർക്കും ഉള്ളതല്ല. ദമ്പതി ധ്യാനത്തിനിരിക്കുന്ന ഓരോ
ഭാര്യയും ഭർത്താവും ധ്യാനിക്കണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ്റെ കുടുംബജീവിതം കണ്ടല്ല നമ്മുടെ കുടുംബജീവിതം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്തെന്നറിയോ? യേശു വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ എന്തൊഴുകും? അരുവി, ഒറവ, വറ്റിപ്പോകാത്തൊരു സാധനം. ബാക്കിയെല്ലാം കോരിയ വറ്റും, ഉറവ വറ്റുമോ? ഉറവ കോരും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ സ്നേഹം വറ്റുന്നതല്ലത്രേ. അതിനാ വിശുദ്ധ കുമ്പസാരം നടത്തി സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. മാറി നിന്നിട്ട് പറയില്ലേ അയാൾ ശരിയല്ല, അവൾ ശരിയല്ലെന്ന് പറയില്ലേ? നമ്മുടെ തലക്കകത്ത് പിശാചിൻ്റെ ചിന്ത കയറി നോർത്ത് കൊള്ളണം. വറ്റിപ്പോകുന്ന സാധനം അല്ലത്, കോരും തോറും. അതുകൊണ്ടല്ലേ ക്രിസ്തുവിൻ്റെ സ്നേഹം ആർക്കെങ്കിലും വറ്റിക്കാൻ കഴിഞ്ഞോ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വീടിനെ നിങ്ങൾ എടുത്തു നോക്കിക്കുകയും സ്നേഹം സമൃദ്ധമായിട്ട് അതിനകത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ദൈവകരുണ അതിനകത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ദൈവ ചൈതന്യം അതിനകത്ത് ഒഴുകാൻ തുടങ്ങും. കാരണം എന്തെന്നറിയോ? ഇത് വറ്റില്ല.